So next topic is internal mobility of human resources or job changes. It is also known as job changes. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ഇൻറ്റേർണൽ മൊബിലിറ്റി എന്നുള്ളത്. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് മൂവിങ് ദ വർക്ക് ഫോഴ്സ് ഫ്രം വൺ ജോബ് ടു അനദർ ഓർ ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ത്രൂ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, റൊട്ടേഷൻ എക്സെട്ര. അപ്പോൾ ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫോഴ്സിനെ, അതായത് ആളുകളെ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക. ഇങ്ങനെ മാറ്റുന്നത് പല രീതിയിലുണ്ട്. അതായത് ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡിമോഷൻ ഓർ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻറ്റേർണൽ മൊബിലിറ്റി അല്ലെങ്കിൽ ജോബ് ചേഞ്ചസ് വരുത്തുന്നതെന്ന് വെച്ചാൽ ടു മേക്ക് ദ എംപ്ലോയീസ് ടു കീപ്പ് അപ്പ് വിത്ത് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ടു മാച്ച് ദിയർ സ്കിൽസ് വിത്ത് റിക്വയർമെൻറ്റ്സ് ഓഫ് ജോബ്. ഓക്കെ, അതായത് ഒരു എംപ്ലോയീനെ ഒരു ജോബ് തന്നെ പെർമനൻ്റ് ആയിട്ട് എന്താക്കരുത് എന്നാണ് പറയുന്നത്, അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഹി മസ്റ്റ് ഹാവ് നോളജ് ആൻഡ് അക്വൈൻറ്റൻസ് വിത്ത് അതർ ജോബ്സ് ആൻഡ് ഫങ്ഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ മൊബിലിറ്റി ഓഫ് ലേബർ ഹെൽപ്സ് ദ എംപ്ലോയി ടു എക്വയർ അഡീഷണൽ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ട്സ് ടു അച്ചീവ് ഹിസ് കരിയർ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൊബിലിറ്റി നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ എന്നാണ് പറയുന്ന, ഒരു എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ്റെ എല്ലാ ജോബ്സും ഫങ്ഷൻസും സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ കണ്ടീഷൻസ് വെൻ ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റേർണൽ വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ദിസ് ജോബ് ചേഞ്ചസ് ആർ ഡൺ എന്നുള്ളത്. അതായത് ഇൻറ്റേർണൽ മൊബിലിറ്റി എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? നീഡ് ഫോർ ഇൻറ്റേർണൽ മൊബിലിറ്റി ഒന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ചേഞ്ചസ്, അതായത് ചേഞ്ചസ് ഇൻ ടെക്നോളജി ഡിമാൻഡിങ് മോർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എംപ്ലോയീസ്. അതായത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം പുതിയ പുതിയ എംപ്ലോയീസിന് ആവശ്യം വരും. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു ഇൻറ്റേർണൽ മൊബിലിറ്റീൻ്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു വർക്ക് ഫോഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുന്നത്. അതായത് കൂടുതൽ എന്താ പറയുക, ടെക്കി ആയിട്ടുള്ള ആളുകൾ അതിലേക്കിടും. അതേപോലെ വെൻ ദർ ആർ ഫ്ലക്ച്വേഷൻസ് ഇൻ വോളിയൂം ഓഫ് വർക്ക് ഡ്യൂ ടു എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, റിസഷൻ എക്സെട്ര. ചിലപ്പോൾ വർക്കിൽ എന്തുണ്ടാവാം എന്നാണ് പറയുന്നത്, വോളിയൂം ഓഫ് വർക്ക് ഫ്ലക്ച്വേറ്റ്സ്. ചില സമയത്ത് എങ്ങനെയാവാം, അതായത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ സമയത്തെല്ലാം, ആ സമയത്തും അവിടെ എന്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ജോബ് ചേഞ്ചസ് ഇസ് നീഡഡ്. അതേമാതിരി വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഈസ് സ്റ്റോപ്ഡ്. അതായത് അന്നേരം പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നല്ല അറിവുള്ള ആളുകളാവുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ വേണ്ടി വരും ആ സമയത്തേക്ക്. അതേ സമയത്ത് ഒരു പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതേപോലെ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറെ മാറ്റുകയാണെങ്കിൽ ദിസ് വിൽ ലീഡ് ടു റീഡിസൈനിങ് ഓഫ് ജോബ്. Next case, if there is a change in the jurisdiction of some departments, then there is a need for deployment of employees, and changes in knowledge, skills and competencies of employees also require internal mobility. Okay, അപ്പോൾ ഈ ജോബ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് ഒരു വർക്ക് ഫോഴ്സിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജോബ് ചേഞ്ചസ് ഇൻവോൾവ്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ് എക്സെട്ര. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോബ് ചേഞ്ചസ് നടത്തുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഡൺ ടു മീറ്റ് ദ ഫോളോയിങ് പേർപ്പസസ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്സ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. സോ ഇറ്റ് ഈസ് നെസസറി ടു അബോളിഷ് redundant positions which are not essential for the improvement of the organization. Okay, അപ്പം the right person must be employed at the right job.
then only employees can contribute their maximum potential and achieve individual and organizational goals എന്നാ പറയുക. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനാണ് അപ്രോപ്രിയേറ്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ദിയർ ഇഫക്റ്റീവ് implementation. So it requires the right person to implement these policies and programs effectively. Okay. അപ്പോൾ it requires job changes and adjustment in manpower employment. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. അതായത് ജോബ് ചേഞ്ചസ് ആർ ഡൺ ടു പ്രൊവൈഡ് ജോബ്സ് ടു എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദിയർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ദ എഫിഷ്യൻസി ഓഫ് മാൻ പവർ ക്യാൻ ബി മാക്സിമൈസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയി ഫീൽസ് ബോർഡം ആൻഡ് മൊണോട്ടണി ഇൻ ഡൂയിങ് സെയിം ജോബ് ഫോർ എ ലോങ് പീരിയഡ്. സോ ഇറ്റ് എഫക്ട്സ് ഹിസ് എഫിഷ്യൻസി ആൻഡ് ഹി മേ നോട്ട് ഹാവ് ദ മോട്ടിവേഷൻ ടു പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട്സ്. അപ്പോൾ ഒന്ന് തന്നെ നിന്ന് ബോറടിക്കുന്ന സമയത്ത് എന്താവശ്യം വരും എന്നാണ് പറയുന്നത്? വർക്കേഴ്സിനൊരു ചേഞ്ച് ആവശ്യം വരും. അപ്പോൾ വർക്കേഴ്സ് മേ നോട്ട് അക്വയർ ന്യൂ സ്കിൽസ് ആൻഡ് ആക്സെപ്റ്റ് ന്യൂ റെസ്പോൺസിബിലിറ്റീസ്. ഇങ്ങനെ ഇതാവുന്ന സമയത്ത് ദെർഫോർ ഇറ്റ് ഈസ് നെസസറി ടു റൊട്ടേറ്റ് ലേബർ ഫ്രം വൺ ജോബ് ടു അനദർ ടു മേക്ക് ഇറ്റ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഇസ് മാക്സിമം. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് അതാണ്, ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. തേർഡ് പറയുന്നത് ഈ ജോബ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മൊബിലിറ്റി എന്തിനാണ് നടത്തുന്നത്? ടു ഡീൽ വിത്ത് ചേഞ്ചസ് ഇൻ ഓപ്പറേഷൻസ്. അതായത് ഈ ഒരു ഗ്ലോബലൈസ്ഡ് ഇയറയിൽ എക്കണോമിക് കണ്ടീഷൻസ് ആർ ചേഞ്ചിങ്. സോ ദ ഓപ്പറേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ ഓൾസോ ടു ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി എക്കണോമിക് കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഇൻ എനി ഓർഗനൈസേഷൻ. ഓക്കെ, സോ അങ്ങനെ എന്താ പറയുക, ലോങ് റണ്ണിൽ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ടു എക്സ്പാൻഡ്, ഡൈവേഴ്സിഫൈ ആൻഡ് റീസ്ട്രക്ചർ ഇറ്റ്സ് ഓപ്പറേഷൻസ്, അഡ്ജസ്റ്റ് വിത്ത് ദ ചേഞ്ചിങ് എക്കണോമിക് conditions. A prosperous businesses always go for expansion of capacities, diversification into other areas, etc. So in order to cope up with these changes, it is necessary to make job changes. Okay. Then last point is to ensure discipline. അതായത് job changes are made when disciplinary action is ടേക്കൺ എഗെയിൻസ്റ്റ് എൻ എംപ്ലോയി. അതായത് എന്തെങ്കിലും ഒരു എംപ്ലോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്താക്കാം, ചിലപ്പോൾ അയാളെ ഡിസ്മിസ് ചെയ്യും. അങ്ങനെയൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ജോബ് ചേഞ്ചസ് വരുത്താം. ഒരു എംപ്ലോയിനെ വേറെ ഒന്നിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അയാളെ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നെസസറി ഫോർ ഓർഡർലി കോണ്ടക്റ്റ് ഓഫ് ഓർഗനൈസേഷൻ. സോ ചില സമയത്ത് എംപ്ലോയീസ് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? എംപ്ലോയീസ് മേ കമ്മിറ്റ് ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ ഒക്കേഷണലി ദാറ്റ് അട്രാക്ട്സ് പണിഷ്മെൻറ്റ്. സോ സച്ച് എംപ്ലോയീസ് ആർ ട്രാൻസ്ഫേർഡ് ഓർ ഡിമോട്ടഡ്. പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിമോഷൻ കേട്ടോ, ഡിമോഷൻ കൊടുക്കും in their rank and position. So thus job changes are made as part of enforcing discipline in the organization. Okay. അപ്പോൾ ഇതൊക്കെ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓർ ജോബ് ചേഞ്ചസ്. അപ്പോൾ എന്താണ് ജോബ് ചേഞ്ചസ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജോബ് ചേഞ്ചസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.